ഹലോ കടികളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ബസൂക്ക കണ്ടിട്ടുണ്ട്. ബസൂക്കനെ കുറിച്ച് പറയാനാണ്, ബസൂക്കയുടെ റിവ്യൂ ആണ്, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ വന്നിട്ടുള്ളത്. ഡയറക്ടർ ഡിനോ ഡെന്നീസ്, റൈറ്റർ ഡയറക്ടർ ഒരാൾ തന്നെയാണ്. പിന്നെ എടുത്ത് പറയാനുള്ള നിമിഷ് രവി ആണ് ഇതിൻ്റെ ക്യാമറ. അതേമാതിരി തന്നെ രണ്ട് പേരാണ് ഇതിൻ്റെ എഡിറ്റ്, അതായത് നിഷാദ് യൂസുഫും പ്രവീൺ പ്രഭാകറും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് സയ്യിദ് അബ്ബാസ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പടം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വേറെ ലെവൽ പടം ഒരു രക്ഷയില്ല, അസാധ്യ രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എഡിറ്റും അതിൻ്റെ ക്യാമറ ഓരോ ഫ്രെയിമും ഒരു പുതുമുഖ സംവിധായകനാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത വിധത്തിലാണ് ഈ മൂവി ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അമൽനീരത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്, പക്ഷെ മലയാളത്തിന് ഒരു അമൽനീരത്ത് തന്നെ പോരല്ല. അപ്പോൾ നമുക്കൊന്നും കൂടെ എടുത്തു പറയാൻ പറ്റിയത് മമ്മൂക്ക സ്കൂളിൽ നിന്നും ഒരാളും കൂടി പഠിച്ചിറങ്ങിയൊക്കെയാണ്. അതായത് അനീഫ് അദേനി, അമൽ നീരത്ത്, ആ പാറ്റേണിൽ വരുന്ന ഒരാളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, ഡിനോ ഡെന്നീസ്. ഇതിൽ പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ആറാട്ടങ്ങനെ ഉണ്ട്. അപ്പോൾ ആ പുള്ളിയുണ്ട്. മമ്മൂക്കാക്ക് ഇങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്. ഇതിനിടയ്ക്ക് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ പടത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ കയറ്റിയമാരെയൊക്കെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളെ നമുക്കൊന്ന് കയറ്റി അഭിനയിപ്പിക്കും. അതെന്തിനാണെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. പടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ച് ലാഗൊക്കെ ഉണ്ട്. ഒരു എന്താണ് പറയുന്നത്, കുറച്ച് സ്ലോ ആയിട്ടാണ് പടം പോണത്. പിന്നെ എന്താണ് ഇടയ്ക്ക് ഒരു കെട്ടുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഇൻ്റർവെൽ സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ, ഒരു പൊളപ്പനായിട്ടാണ് നമുക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. വേറെ ഏതോ സാധനങ്ങളൊക്കെ ഈ പുള്ളി കയ്യിൽ നിന്നിട്ടുണ്ട്. ഈ പുള്ളിയുടെ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. എന്തായാലും ടിക്കറ്റ് എടുത്തത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ടൈപ്പ് പടം. അത് തന്നെയല്ല, നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത പൈസക്കുള്ള സാധനം എന്തായാലും നമുക്ക് തരുന്നുണ്ട്. എനിക്ക് മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും, ഹക്കീം ഷാജഹാൻ ആണെങ്കിലും ഗൗതം വാസുദേവ് മേനൻ, അദ്ദേഹത്തെ ഇപ്പം കുറേ പടത്തിൽ ഈ രീതിയിൽ ഉണ്ട്. കുറച്ചങ്ങോട്ട് മൂപ്പര് എന്തോ ഒരു ചില പെണ്ണുങ്ങൾ പോലീസായിട്ട് അഭിനയിക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ട്. അതേമാതിരിയൊക്കെ തോന്നി. പക്ഷെ ഒരു പാറ്റേണിലാണ് മൂപ്പര് പോകുന്നത്. അതിൽ നിന്ന് മാറി പിടിക്കാൻ മൂപ്പര് ശ്രദ്ധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഒരേ രീതിയിൽ. ഇപ്പം മറ്റേ ദുൽഖറിൻ്റെ ഒരു കണ്ണും കൊള്ളയടിത്താം, അതേ രീതിയിലൊക്കെ ഉള്ളൊരു രീതിയിലാണ് പോണത്. മൊത്തത്തിൽ പടം ഒരു വേറെ ലെവൽ പടമാണ്. പിന്നെ എന്താണ് എടുത്ത് പറയാനുള്ളത്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ആ പടത്തിനനുസരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് മൂപ്പര്. നമ്മൾ ഇതിൽ കണ്ട മാതിരിയൊന്നല്ല, കുഴപ്പമില്ല. പടം മൊത്തത്തിൽ വേറെ ലെവലാണ്. പിന്നെ പറയാനുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരെ കണ്ട് തന്നെ അറിയാം. ഞാനിപ്പോൾ പടം കണ്ടു വന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി, കുറച്ച് പറയാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ മമ്മൂക്ക ഒരു ആളെയും കൂടി ക്ലാസ് കഴിഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഇതിന് മൂപ്പര് ഒറ്റയടിക്ക് ഡയറക്ടറാക്കി അങ്ങോട്ട് വിടണം. അമൽ നീരത്തിനെ, ബ്ലസ്സിനെ, ഇപ്പോൾ ഡിനോ ഡെന്നീസ്. അപ്പോൾ ഇനിയിപ്പോൾ ഡിനോയുടെ അടുത്ത പടമൊക്കെ വരുമ്പോൾ ഇനി ഈ പാറ്റേണിൽ പോകാറുണ്ട്. ഒരാൾ മമ്മൂക്കനെ വെച്ചൊരു പടം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലാലേട്ടനെ വെച്ചെടുക്കുന്നില്ലേക്കും ആ ഒരു രീതിയിൽ പോകാറുണ്ട്. അമൽ നീരത്താണെങ്കിൽ സാഗർ അലിയാസിലാക്കി, അൻവർ റഷീദ് ആണെങ്കിൽ രാജമാണിക്ക് ചോട്ട മുംബൈ, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിലേക്കുള്ള സാധനം കൊടുക്കണം. ഒരിക്കലും ഈ പാറ്റേണിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ സാഗർ അലിയാസിലാക്കി അവിടെ വർക്കൗട്ട് ആയിട്ടില്ല. സ്റ്റൈലിഷ് കഥാപാത്രങ്ങൾക്ക് ഒരേ ഒരു പേരുള്ളൂ എന്നും മലയാളത്തിൽ, മമ്മൂക്ക. ഇനി ആര് വന്നാലും അതിൻ്റെ പിന്തുടർച്ചയാണ്, പക്ഷെ അത്രയ്ക്കൊന്നും ആവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.